യേശു എൻ്റെ സ്വന്തമാണേ, ഞാനവൻ്റെ സ്വന്തമാണേ. എനിക്കുള്ളതൊക്കെയും എൻ്റെ ജീവിതമതും യേശു തന്ന ദാനമാണേ. എനിക്കുള്ളതൊക്കെയും എൻ്റെ ജീവിതമതും യേശു തന്ന ദാനമാണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എൻ്റെ സ്വന്തമാണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എൻ്റെ സ്വന്തമാണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനവൻ്റെ സ്വന്തമാണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനവൻ്റെ സ്വന്തമാണേ. യേശു എൻ്റെ സ്വന്തമാണേ. ആമേൻ. തളർന്നു പോകരുത്. കുടുംബത്ത് പ്രശ്നം വന്നാൽ തളർന്നു പോകരുത്. സഭയിൽ പ്രശ്നം വന്നാൽ തളർന്നു പോകരുത്. ജോലി നഷ്ടപ്പെട്ടാൽ തളർന്നു പോകരുത്. സാമ്പത്തിക ക്ലേശം വന്നാൽ തളർന്നു പോകരുത്. ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ തളർന്നു പോകരുത്. മക്കൾക്ക് രോഗം വന്നാൽ തളർന്നു പോകരുത്. മഹത്വത്തിലേക്കുള്ള വഴിയിൽ കഷ്ടതയുണ്ട്. മഹത്വത്തിലേക്കുള്ള വഴിയിൽ കഷ്ടതയുണ്ട്. ഉണ്ടോ? ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ദിവസം അന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാരഗ്രാഫ് തുടങ്ങുന്നത്. അപ്പം അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് എന്ന ദിവസം ആരംഭിക്കുന്നത് 24:1 അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. നേരെ നമ്മൾ 13 വന്നാൽ അന്ന് തന്നെ. ഇനി നമ്മൾ 29-ാം വാക്യത്തിലോട്ട് നോക്കിയ വായിക്കാവോ? അപ്പോൾ ഏകദേശം 12 മണിക്കൂറിലെ സംഭവങ്ങളാണ്. ക്ലിയറായോ? അതിരാവിലെ ഏകദേശം 5 മണിക്കൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. വെളുപ്പിനെ 5-നുള്ള റിപ്പോർട്ടിങ്ങാണ്. അത് വന്ന് ഈവനിങ് സന്ധ്യയായി സൂര്യൻ അസ്തമിച്ചു. ഈ സമയത്തിനുള്ളിൽ നടന്ന ഒത്തിരി കാര്യങ്ങൾ ലൂക്കോസ് നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് തരികയാണ്. അതിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് 13 മുതലുള്ള വാക്യമാണ്. അന്ന് തന്നെ. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ദിവസം ഏകദേശം ഒരു 5 മണി, ഈവനിങ് 5 o'clock സമയത്ത് 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. ഏകദേശം 11 മൈൽ ദൂരം വരുമെന്നാണ് ഞാൻ വായിച്ച ഒരു ഓർമ്മ കിടക്കുന്നത്. ഇത്രയും ദൂരം നടന്നു പോകാൻ എത്ര മണിക്കൂർ എടുക്കും? ഏകദേശം 1 hour എടുക്കുമായിരിക്കും അല്ലേ? 1 hour കൊണ്ട് എത്തുമോ? 11 കിലോമീറ്റർ ഇല്ല. അങ്ങനെയാണ് 4 മണിക്കെങ്കിലും പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 7-ന് മുമ്പ് എത്തുന്നതായിട്ട്. ഓക്കെ.
അപ്പോൾ ഒരു 4 മണിക്ക് പുറപ്പെടുന്നു, ഈവനിങ് 4 o'clock. അന്ന് തന്നെ അവരിൽ 2 പേർ, അങ്ങനെയല്ലേ, 2 പേർ എന്നല്ലേ, അപ്പോൾ 2 പേരാണ്. അതെ, ഇനി നമുക്ക് വിഷയത്തോട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഈ 2 പേരിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കാവോ? ആ ഒരാൾ ക്ലെയോപ്പാവാണ്. മറ്റേ ആൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ പറയാൻ? നിങ്ങളൊന്ന് സഹകരിച്ചു പോകാൻ എളുപ്പത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. കൂടെയുള്ള ആളാരാന്ന് എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ? തെറ്റ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആൻഡ്രൂസ് ആയിരിക്കാം. ഞാനതിനെ എതിർക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും പറയാൻ ഒക്കുന്ന കാര്യമല്ല. എന്നാൽ എൻ്റെ ബോധ്യം അതല്ല. ലൂക്കോസ് ആണെന്ന് വേറൊരാൾ, കാരണം എഴുതിയിട്ടുള്ളത് കൊണ്ട്. അതും യോജിക്കുന്നു. എന്നാൽ ഞാനൊരു തെളിവ് പറയാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിൻ്റെ അടുത്ത് നിന്ന ചില സ്ത്രീകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ആരുണ്ട്? ക്ലെയോപ്പാവിൻ്റെ ഭാര്യയുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലെയോപ്പാവ് ഭാര്യ എവിടെ ഇട്ടേച്ച് 11 മൈൽ ദൂരേക്ക് പോവുമോ? പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർ 2 കൂടി ആണെന്നാണ് എൻ്റെ ബലമായ ബോധ്യം. അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്നോട്ടെ. എനിക്ക് ഈ ഫാമിലിയെക്കുറിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊരു ഫാമിലിയാണെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പം കർത്താവിനോട് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തെൻ്റെ തെളിവ്, ഇപ്പം ഇതൊരു തെളിവ്. 2ാമത്തെ തെളിവ് വാക്യം ഇച്ചിരി മുമ്പേ വായിച്ചല്ലോ, സന്ധ്യ എന്ന് പറഞ്ഞത് നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞില്ലേ, ലൂക്കോസ് 24. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. അപ്പം ഈ 2 പേരുടെയും വീട് ഒന്നാ, ശരിയല്ലേ? 3ാമത്തെ തെളിവ്, ഒരു വീട്ടിലോട്ട് ക്ഷണിക്കാൻ സഹോദരന്മാരാ ക്ഷണിക്കുന്നതെങ്കിലും സഹോദരിമാരുടെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്താൽ ആ ക്ഷണത്തിന് ഇച്ചിരി ഒരു ഫലമുണ്ട്. സഹോദരിമാരൊരു ഹാപ്പി അല്ലെങ്കിൽ ആ വീട്ടിലോട്ട് പോയിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശ്വാസം ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും ക്ലെയോപ്പാവും ചേർന്ന് ഈ അതിഥിയെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു ഫാമിലി ട്രിപ്പായിട്ട് ഇന്ന് നമുക്ക് പഠിക്കാം. ഞാനൊരു കൊച്ചു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കൊന്നും കിട്ടിക്കാണുകയില്ല. നാം അറിയാതെ നമ്മോടൊപ്പം ആ ബുക്കിൻ്റെ പേര് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ തീർന്നുപോയി, ഔട്ട് ഓഫ് പ്രിൻ്റാണ്. വീണ്ടും അടിക്കാം ദൈവം അനുവദിച്ചാൽ. ഓക്കെ, അത് ഇതിനെക്കുറിച്ചാണ് എഴുതിയത്. ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു ന്യൂ ഇയർ മീറ്റിങ്ങിന് വേണ്ടി ഡിസംബർ 31 രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ പ്രകാശനം ലഭിച്ചത്. ഞാനതൊരു ബുക്കായിട്ട് എഴുതി. ഓക്കെ, ഇങ്ങനെ യേശുവിൻ്റെ ക്രൂശിൻ്റെ അരികെ അവിടേക്ക് വരാം. ലൂക്കോസ് 19:25. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ, അമ്മയുടെ സഹോദരി പേരറിയില്ല, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരത്തി മറിയ. ഇതിനകത്ത് 3 മറിയയാണ്.
അക്കാലത്ത് മറിയ എന്ന പേരിന് ഭയങ്കര പ്രചാരം ഉണ്ടായിരുന്നു. ഇന്നും ഒട്ടും കുറവല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. മാർത്തയുടെയും മറിയയുടെയും ഒക്കെ സ്റ്റോറി അല്ലെങ്കിൽ ജീവിതം എത്ര മനോഹരമാണ്, എത്ര മാധുര്യമാണ്. കർത്താവിൻ്റെ അമ്മയുടെ പേരും മറിയ എന്നാണല്ലോ. ക്ലെയോപ്പാവിൻ്റെ ഭാര്യയുടെ പേരും മറിയ എന്നാണ്. നല്ല പേര്, അർത്ഥമുള്ള പേര് മക്കൾക്ക് ഇടാനായിട്ട് ഉത്സാഹിക്കുക. കഴിഞ്ഞു പോയത് പോയി, ഇനിയുള്ളവർക്കെങ്കിലും ഉത്സാഹിക്കാം. എൻ്റെ കൂടെ 25 കൊല്ലം മുമ്പ് സഹശുശ്രൂഷയ്ക്ക് വന്ന ഒരു ദൈവദാസന് 3 മക്കളുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം സഭായോഗം കഴിഞ്ഞ വഴി എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളുടെ പേര് മാറ്റാൻ തീരുമാനിച്ചു. അതിനു മുമ്പുണ്ടായിരുന്ന പേര് ജാ ജൂ ജി എന്നൊക്കെ ആയിരുന്നു. അത് മോശമെന്നല്ല കേട്ടോ പറഞ്ഞ്, ഇച്ചിരിയേ ഉള്ളൂ. അർത്ഥം എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ഞാൻ ഗസറ്റ് പബ്ലിഷ് ചെയ്തോളാം, എൻ്റെ മക്കൾക്ക് 3 പേര് പാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ 10 വയസ്സും 8 വയസ്സും 7 വയസ്സുമുള്ള മക്കൾക്ക് ഞാൻ പേരിട്ടു. ജോനാഥാൻ, ജോഷുവ, കാലേബ്. അതിലിപ്പം ജോനാഥാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിക്കാനുള്ള പ്രായമായി, ജോലിയിൽ പ്രവേശിച്ചു. ജോഷുവ പഠിക്കുന്നു, കാലേബ് പഠിക്കുന്നു. അതുകൊണ്ട് യങ് പേരൻസിനോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ രാജ്യത്ത് കുട്ടികളെ ദൈവം തരുമ്പോൾ ഒരു പരിധിവരെ കുട്ടിയെ പറ്റി ഒരു ഐഡിയ ഡോക്ടേഴ്സ് തരുമല്ലോ. പേര് കണ്ടുപിടിക്കുകയോ ദൈവദാസന്മാരോട് ചോദിക്കുകയോ ചെയ്യുക. ഈ പഴയ പോലെ 10 പിള്ളേരൊന്നും ഇല്ലല്ലോ, 1 2 അല്ലേ ഉള്ളൂ. കൂടുതലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പേര് ദൈവികമായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. മുമ്പോട്ട് പോകാം. ഇവരെ 2 പേരും കൂടി വഴി നടക്കുകയാണ്. തിരിച്ചു വരുന്നു. ലൂക്കോസ് 24 13-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ. ആ ആമേൻ. ഈ 2 പേര് വർത്താനം പറഞ്ഞുകൊണ്ടാണ് പോണത്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തർക്കമുണ്ടായി. വാക്യം 15, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇതൊരിടത്ത് പറഞ്ഞപ്പോൾ, ഇംഗ്ലണ്ടിൽ തന്നെ പണ്ടെങ്ങാണ്ട് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അങ്ങനെ തർക്കിക്കുമോ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ബ്രദറിൻ്റെ വീട്ടിൽ തർക്കമുണ്ടോ? ഇതുവരെ തർക്കം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എങ്ങനെയാ, ആഴ്ചയിൽ 1 ആണോ 2 ആണോ? അല്ല, എല്ലാ ദിവസവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് ഭാര്യയും ഭർത്താവും അല്ലേ ഇങ്ങനെ തർക്കിക്കുകയില്ല. വേറെ വല്ലൂടെ നമുക്കങ്ങനെ തർക്കിക്കാൻ പറ്റുമോ? സ്തോത്രം. ഞാൻ ഈ എവിടെയെങ്കിലും ഒക്കെ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ ധൃതി വെക്കും. എന്തിനാണെന്നറിയോ? ഒന്ന് വഴക്കുണ്ടാക്കാനാ. മനസ്സിലായോ? അല്ല, നിങ്ങളോടില്ലൊരു എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ എന്നെ വഴക്കാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ മിക്കുവിനോട് ചോദിച്ചാൽ മതി, അവൻ പറയും. അവനാ ഞങ്ങളുടെ എല്ലാ രഹസ്യം അറിയാവുന്ന ആള്. അത് നമുക്ക് ഫ്രീഡം ഉണ്ട് അല്ലേ? എല്ലാം പറയാൻ പറ്റുന്നത് എവിടെയാ? പങ്കാളിയോട് മാത്രമേ ഉള്ളൂ. മക്കളോട് പോലും എല്ലാം പറയാൻ പറ്റുകയില്ല അല്ലേ? വല്ലപ്പോഴും ഒന്ന് ചെറുതായിട്ട് ദേഷ്യപ്പെടണമെങ്കിലും ഓഫീസിൽ പറ്റുമോ? പറ്റുകയില്ല. അതെല്ലാം വീട്ടിൽ വന്ന് എക്സോസ് ഫാൻ പോലെയാണ്,
ഓഫീസിൽ നല്ല ഗുഡ് ബോയ് ആയിട്ട് നിന്നിട്ട് വീട്ടിലോട്ട് വന്നങ്ങ് തുറന്നു വിടും. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലൊരു എൻജിനീയർ ഉണ്ട്, ലേഡിയാണ്. ഓഫീസിൽ നിന്ന് മിക്കവാറും അവാർഡ് കിട്ടും, പക്ഷെ വീട്ടിൽ നിന്ന് അടിയും കിട്ടും. അടിയല്ല, ദേഷ്യം. ഞാൻ ഇവരെ ഒന്ന് കൗൺസിൽ ചെയ്തു. എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തി ഈ ഗുഡ് വില്ല്, നല്ല പേര് വെളിയിൽ നിന്ന് സമ്പാദിക്കും. ആ ടെൻഷൻ മുഴുവൻ തുറന്നു വിടുന്ന എവിടെയാ? വീട്ടിൽ. അങ്ങനെ മനുഷ്യന് പറ്റത്തില്ലെന്ന്, എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. പെർഫോം ചെയ്യുക ഇവർ ഈ പകല്. സ്തോത്രം. എവിടെയേലും ഇതൊന്ന് തുറന്നു വിടണ്ടേ? അതുകൊണ്ട് ഒത്തിരി ജോലി ചെയ്യുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ ഇതെല്ലാം ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ടിരുന്നോണം, അല്ലെങ്കിൽ വല്ല പഞ്ഞി ചെവിക്കകത്ത് വെച്ചിട്ട് ഇരുന്നോണം. കാരണം ഇത് തുറന്നു വിടണ്ടേ? ഒത്തിരി ടെൻഷനിലാണ് സഹോദരിമാർ ജോലി ചെയ്തതെങ്കിൽ സഹോദരന്മാർ ചൂടാകാതിരുന്നേച്ചാൽ മതി. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. സ്തോത്രം. സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് ഇരുന്നു. നാം അടുത്ത ഭാഗത്തേക്ക് കയറുന്നു. യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സ്തോത്രം. യേശുവിനെ പറ്റി 2 കാര്യം ഇപ്പോൾ കണ്ടു. എഴുതേണ്ടവർക്ക് എഴുതാം. 1, കൂടെ നടക്കുന്ന യേശു. 2, നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന യേശു. സ്തോത്രം. 3-ാമത്തെ കാര്യം അടുത്ത വാക്യത്തിലുണ്ട്. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. നാം അറിയാതെയും നമ്മോടൊപ്പം നടക്കാൻ അവന് കഴിയും. നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ, അവൻ നിന്റെ കൂടെയുണ്ട്. നീ കാണുന്നില്ലെന്നേ ഉള്ളൂ, അവൻ നിന്നെ കാണുന്നുണ്ട്. നീ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ, അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്നിവിടെ എത്തുകയില്ല. അവൻ നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടം വരെ എത്തുകയില്ല. നിന്നെ ഇവിടെ വന്നത് കൊണ്ടുവന്നതാണെന്ന് മറക്കാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ ഓർക്കും കർത്താവ് എവിടെയാന്ന്. കർത്താവ് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, കർത്താവ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവൻ നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അവൻ ചോദിക്കുകയാണ്, വാക്യം 17, അവൻ അവരോട്, നിങ്ങളെന്താ ഈ തർക്കിക്കുന്നേ? മറുപടി വായിച്ചോ. അവർ വാടിയ മുഖത്തോടെ നിന്നു. ഒരു കാര്യം ഓർക്കുക, തർക്കം മൂത്താൽ എന്ത് സംഭവിക്കും? മുഖം വാടും. മനസ്സിൻ്റെ ചിത്രം മുഖത്ത് വരും. അതുകൊണ്ട് തർക്കങ്ങൾ അധികം മുന്നോട്ട് പോകാതെ അവസാനിപ്പിക്കണം. ഒരാൾ തന്നെ ജയിക്കണമെന്ന് വാശി പിടിക്കരുത്. ഇടയ്ക്ക് മറ്റേ ആളെ ജയിപ്പിച്ചു വിടണം. തർക്കം, ആരോഗ്യകരമായ തർക്കം നല്ലതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ മനുഷ്യർക്കുണ്ടാകും. അതൊക്കെ അത്ര വലിയ പാപമൊന്നുമല്ല, അതൊക്കെ ഉള്ളതാണ്. എന്നാൽ അവിടെ ഞാൻ ജയിച്ചേ അടങ്ങൂ എന്നാരും വാശി പിടിക്കരുത്. ഈഗോ മാറ്റിവെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റും. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് അവരോട് ചോദിക്കുകയാണ്,
എന്താണ് നിങ്ങളുടെ തർക്ക വിഷയം? അവരിങ്ങനെ വാടി മുഖത്തോടെ നിന്നിട്ട് വായിച്ചോ. ആ, എന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രസിദ്ധമായ ഒരു സംഭവം നടന്നു കഴിഞ്ഞു. ഇപ്പം ഇന്നലെയൊക്കെ ഇവിടെ ഒരു തീ കത്തിക്കുന്ന പരിപാടിയും ബാൻഡ് മേളം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ടിബിനോട് ചോദിച്ചു. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തു. ഒടുവിൽ ഏകദേശം ഒരു ഉത്തരം കിട്ടി. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം അതിനെക്കുറിച്ച് പറയാനൊരു സ്റ്റോറിയുണ്ട്. ഇവിടുത്തെ പൂർവികർക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ആവേശമുണ്ട്. ഇവിടെ ഇതാ ഈ മൂന്നാമനായി വന്ന ആളോട് ഇവർ രണ്ടുപേരും കൂടെ ചോദിക്കുക, നീ എവിടുത്തുകാരനാ? ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ട് നീ അറിഞ്ഞില്ലേ? അപ്പൊ യേശു ആ നാട്ടുകാരനല്ല. ഇവരുടെ ഈ നാട്ടിലെ വിഷയങ്ങളൊന്നും യേശുവിന് അറിയില്ല എന്നാണ് അവർ ധരിച്ചത്. അപ്പൊ യേശു ചോദിച്ചു, എന്നാ പിന്നെ അതൊന്ന് വിവരിക്ക്. വാക്യം 19. ആ ആ യേശുവിനെ കുറിച്ച് ഇവർ പറയുന്നത് ശ്രദ്ധിക്കൂ. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസ്രയനായ യേശു. കുഞ്ഞുങ്ങളെ, യേശുവിനെ പറ്റി ഒരു മികച്ച ബോധ്യം ഈ വാക്യത്തിലുണ്ട്. ദൈവത്തിനും മനുഷ്യനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനാണ് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിനെ പറ്റി അവർ മൂന്നാമതൊരാളോട് പറയുകയാണ്. കേൾക്കുന്നുണ്ടോ? യേശുവിനെ പറ്റി മൂന്നാമതൊരാളോട് അവർ പറയുകയാണ്. നമുക്ക് കഴിയുമോ? നമുക്ക് അവസരം കിട്ടിയാൽ പറയുമോ? അവസരം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പറയുകയാണെങ്കിൽ എന്തു പറയും? ഹൂ ഈസ് ജീസസ്? യേശുവിനെ പറ്റി ഈ ആയുസിൽ ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പറയാണ് എന്നാ പറയും? എന്തുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ യേശുവിനെ ആരാധിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയാൻ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, അത് നിങ്ങളുടെ ഒരു ടാർഗറ്റ് ആയിരിക്കട്ടെ. ഈ രാജ്യത്തെ നിയമം കൂടെ പരിഗണിക്കണം. ചോദിക്കണം, എനിക്ക് നിന്നോട് യേശുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട്, അനുവാദം തരാമോ? അവൻ അനുവാദം തന്നാൽ എന്നാ പറയും? പ്രൈസ് ദി ലോർഡ്. ഇവർ കാര്യം തർക്കമുണ്ട്, ഇവർക്ക് വിശ്വാസമില്ല. യേശുവിനാണ് ഇവർ പറയുന്നത്, യേശു ആണെന്ന് പോലും ഇവർക്കറിയില്ല. ഇങ്ങനെയുള്ള കുറവുകളൊക്കെ ഇവർ ഉണ്ടെങ്കിലും അവരുടെ വായിന്ന് വന്ന വാക്കിന്റെ പവർ കണ്ടോ? ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ് യേശു. പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്നു,
യേശുവിൻ്റെ യുണീക്ക്നെസ്, യേശുവിന് മാത്രമുള്ള ഒരു കാര്യം പറയാമോ? പാപമില്ലാതെ ജനിച്ചവൻ. രണ്ട്, പാപമില്ലാതെ ജീവിച്ചവൻ. മൂന്ന്, പാപമില്ലാതെ മരിച്ചവൻ. മൂന്നും കൂടെ തെളിയിക്കാൻ ഏറ്റവും എളുപ്പം ഒടുവിലത്തെ ഭാഗം ഓർത്താൽ മതി. കോടതി പറയുന്നു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അന്ന് യേശു ഒരു ടീനേജറാന്ന് ഓർക്കണം. അന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? കല്യാണം കഴിക്കാത്ത 10-12 പേര് ഒരുമിച്ച് നടക്കുമ്പോൾ സകലവിധ ഉഴപ്പത്തരങ്ങളും കാണിക്കും, സകലവിധ വൃത്തികേടുകളും കാണിക്കും. പക്ഷെ ആ സമയത്ത് യേശു ചോദിക്കുക, നിങ്ങളിൽ ആർക്കെങ്കിലും എന്നിലൊരു കുറവ് കണ്ടുപിടിക്കാവോ? അപ്പൊ അതിനെന്ത് മനസ്സിലാക്കാം? യേശു നുണ പറഞ്ഞിട്ടില്ല. യേശു ഒരു പെൺകുട്ടിയെ തെറ്റായ നിലയിൽ നോക്കിയിട്ടില്ല. യേശു ഒരു തെറ്റായ ആംഗ്യം, ബോഡി ലാംഗ്വേജ് കാണിച്ചിട്ടില്ല. യേശു വഴിവിട്ട മാർഗത്തിൽ പണം സമ്പാദിച്ചിട്ടില്ല. പെർഫെക്റ്റ് ലൈഫായിരുന്നു. വൈ ജീസസ്? എന്തുകൊണ്ട് യേശു? എന്തുകൊണ്ട് യേശു? ഇപ്പൊ മടിയായിരിക്കുമ്പോ ഒരു പാട്ട്, എൻ്റെ ചങ്കാണ് എന്നേശു എന്ന് രാജേഷ് ഏലപ്പാറ പാടുന്നു. ഇങ്ങനെ കർത്താവിനെ വർണ്ണിക്കുന്ന ഒരു 100 പാട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്താ യേശുവിനോട് ഇത്ര പ്രേമം? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? അത് പാട്ട് നല്ല ട്യൂണുള്ളതുകൊണ്ട് ഞാനങ്ങ് പാടിയതാ. നിനക്ക് യേശു ആരാ? അവന് പകരം മറ്റൊരാളെ നിനക്ക് വെക്കാൻ പറ്റുമോ? ഉറപ്പാണോ? യേശു എൻ്റെ സ്വന്തമാണ്. കേട്ടായിരുന്നോ ആ പാട്ട്? ഇല്ല, യൂട്യൂബിലുണ്ട്, പഠിക്കണം. യേശു എൻ്റെ സ്വന്തമാണ്, ഞാനവൻ്റെ സ്വന്തമാണ്, എനിക്കുള്ളതൊക്കെയും എൻ്റെ ജീവിതമതും യേശു തന്ന ദാനമാണ്. എനിക്കുള്ളതൊക്കെയും എൻ്റെ ജീവിതമതും യേശു തന്ന ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനവൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനവൻ്റെ സ്വന്തമാണ്. യേശു എൻ്റെ സ്വന്തമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ സങ്കടം, ഒരു പശ്ചാത്താപം ഒരിക്കലൊരു വീഡിയോയിൽ വന്നു. അതിങ്ങനെയാണ്: ഒരു 28 വയസ്സുള്ള എലിസബത്ത് എന്ന് പേരുള്ള മകളും ബേബി എന്ന് പേരുള്ള പിതാവും കൂടെ
പള്ളിയിൽ ചെന്ന് അച്ഛനെ കാണുകയാണ്. എലിസബത്ത് ഡോക്ടറാണ്. അവൾ അച്ഛനോട് പറയുകയാണ്, അച്ചോ, അച്ഛൻ എന്നെ ശപിക്കരുത്, എൻ്റെ കല്യാണമാണ് നാളെ, അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു വിടണം. അച്ഛൻ ഞെട്ടിപ്പോയി. നിന്റെ കല്യാണം എവിടെ വെച്ചാണ്, ആരാണ് നടത്തുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു അന്യമതത്തിലെ പയ്യനുമായിട്ട് സ്നേഹത്തിലാണ്. അച്ഛൻ കുറേ നേരം വിഷമത്തോടെ നിന്നിട്ട് ചോദിച്ചു, നല്ല സ്നേഹമാണോ? അതെ. ഒത്തിരി സ്നേഹമാണോ? അതെ. അങ്ങനെയാണെങ്കിൽ നിന്റെ യേശുവിനെ സ്വീകരിക്കാൻ നിനക്ക് അവനോട് പറയാൻ മേലേ? അപ്പോൾ അവൾ പറയുക, അവർ വലിയ പുള്ളികളാണ്, അവരൊക്കെ വലിയ ശക്തിയുള്ള മതമാണ്, നമ്മളിതൊന്നും പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അപ്പം യേശു അവൾക്ക് ഓപ്ഷണലാണ്. ആവശ്യം വന്നാൽ എന്ത് ചെയ്യാം? വിട്ടുകളയാം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ ഇനി പള്ളി വരികയല്ലേ? ഇല്ലച്ചോ. പിന്നെ ഞാൻ എന്തിനാ നിന്നെ അനുഗ്രഹിക്കുന്നത്? ഇപ്പം ഈ കത്തോലിക്കർക്കൊരു ഭയമുണ്ട്, അച്ഛൻ ശപിച്ചാൽ ദോഷമാണ്. അതുകൊണ്ട് അപ്പൻ ഇടപെട്ടു, അച്ചോ ഞങ്ങളെ ശപിക്കല്ലേ. അച്ഛൻ ഇപ്പോൾ പ്രതിസന്ധിയിലായി. കാരണം ഇനിയും കൂടുതൽ സംസാരിച്ചാൽ അപ്പനും പോവും. അതുകൊണ്ട് അച്ഛൻ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടു. ഏത് സമുദായമാണെന്ന് പൊതുവി പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാം. പോകാൻ നേരത്ത് അച്ഛൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. 28 കൊല്ലം ഈ പള്ളിയിൽ നിന്നിട്ട് യേശു ഓപ്ഷണലല്ലെന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മക്കളെ, ജീവൻ പോയാലും യേശുവിനെ വിടരുത്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ചേർന്ന് ഒന്നും കൂടെ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാം യേശുനാഥ നീ, എൻ പ്രേമഗീതമാ യേശുനാഥ നീ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ ഒരു ജംഗ്ഷനാണ്, ഒരു തീരുമാനമെടുക്കണം. എനിക്ക് യേശുവിനെ ഒരിക്കലും വെച്ചു മാറാൻ കഴിയില്ല. യേശുവിന് പകരം മറ്റൊന്നില്ല. എനിക്കെൻ്റെ ജീവനേക്കാൾ വലുതാണ് യേശു. അങ്ങനെ പറയാൻ
ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. കൈ ഉയർത്തി പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ നാളെയുടെ നാളുകളിൽ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ പല പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പല പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, ഒന്നാമത്തെ പ്രയോറിറ്റി യേശു ആയിരിക്കട്ടെ. സ്തോത്രം. ഇന്നലെ അക്സമോള് വൈകുന്നേരത്തെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ആ സമയത്ത് രാത്രിയാകുന്നു. മിക്കുവിന് ടെൻഷനാകുന്നു. എന്നോട് ചോദിച്ചു, പപ്പയും അമ്മയും തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയതല്ലേ, നമ്മൾ ബേബിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമല്ലായിരുന്നോ? അതുകൊണ്ട് ഇപ്പോൾ ഓടി വരാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അയ്യോ, നേരെ വരില്ലേ? ഞാൻ പറഞ്ഞു, മോന് യേശുപ്പച്ചനോട് ചോദിക്ക്. അയ്യോ, അതെങ്ങനെയാണ് അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ചോദിച്ചു, സിമ്പിളായിട്ട് ചോദിച്ചു, അപ്പച്ചനോട് ചോദിക്കുന്നവരോട് ചോദിച്ചു. അങ്ങനെ കുറേ നേരം ചോദിച്ചപ്പോൾ പുള്ളി സമാധാനമായി. പുള്ളിക്ക് പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് അപ്പനെ പോലെ അമ്മയെ പോലെ ഒരു ലൈവായിട്ട്, ഒരു യാഥാർത്ഥ്യമായിട്ട് തീരട്ടെ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. നമ്മൾ നിൽക്കുന്നത് വാക്യം 19 വാക്യം 20-21. ആ ആ ആ എന്ന് പറഞ്ഞ് ഭ്രമിപ്പിച്ചു. അപ്പം എൻ്റെ ചോദ്യം, ഈ പറയുന്ന ആൾക്ക് യേശു ഉയർത്തെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. പറയുന്നത് ക്ലെയോപ്പാവാണെന്ന് തോന്നുന്നു. കാരണം 18 വാക്യത്തിൽ ക്ലെയോപ്പാവാണ് സംസാരിച്ച് തുടങ്ങിയത്. ക്ലെയോപ്പാവ് പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, അതിലൊന്നാരാ? പുള്ളിയുടെ ഭാര്യ. പോയിട്ട് വന്ന് അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരുടെ ദർശനം പങ്കുവെച്ചപ്പോൾ ഞങ്ങൾ ഭ്രമിച്ചുപോയി. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പറയാൻ ക്ലെയോപ്പാവിന് കഴിഞ്ഞില്ല. അത്രയും അടുത്ത് ഇടപെട്ടിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം. അതൊന്നും ഒരു കുറ്റമൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ആരും യേശുവിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശു മരിച്ചത് കണ്ടിട്ടുണ്ടോ? ഉയർത്തത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവർ കണ്ടവരാ. പക്ഷേ വിശ്വാസം കാഴ്ചയാലല്ല, കേൾവിയാല. വചനം അറിയാൻ മേലേ? വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയാൽ. ഇത് വചനമായി പറയുന്നേ. സ്തോത്രം. തോമസിനോട് എന്നാ പറഞ്ഞേ? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണുന്ന ഒരു കാര്യം അംഗീകരിക്കുന്നതിന് വിശ്വാസം എന്ന് പറയണോ? വേണ്ട. അത് ലോജിക്കാ. എന്നാൽ കാണാത്തതിനെയാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഇവർ കണ്ടവരാ, പക്ഷെ ഇവർക്ക് എന്തില്ല?
വിശ്വാസമില്ല. നമ്മൾ കാണാത്തവരാ, നമുക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ കേട്ടായിരുന്നോ ബീഹാറിൽ സുശീഷ് കുമാർ എന്ന ഒരു പാസ്റ്ററുടെ മോനെ, 20 വയസ്സുള്ള മോനെ, അല്ലേ, 20 വയസ്സുള്ള ഏക മകനെ സുവിശേഷ വിരോധികൾ വധിച്ചു. ബീഹാറിൽ കൊച്ചു വീടാ. ഇപ്പം കിടക്കുന്നത് തൊഴുത്തിലാണ്. തൊഴുത്തിനെ നമ്മളീ കാണുന്ന പോലെ അവിടെ മോശമല്ല, തൊഴുത്ത് ഫ്രണ്ടിലാണ്. അപ്പോൾ തൊഴുത്തിൻ്റെ വരാന്തേ കിടന്നുറങ്ങി. നേരം വെളുത്ത് മോനെ കാണാതെ അന്വേഷിച്ച് നടന്നപ്പോൾ കാട്ടിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ആ അപ്പനും അമ്മയും ബോധം കെട്ടുപോയി. അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാർ ഡോക്ടർ എബി പി മാത്യുവും സംഘവും അവിടെ ചെന്നു. അവർ കണ്ണു തുറക്കും, പിന്നെയും ബോധം കെട്ടുപോകും. ഇവരോട് ആ നാട്ടുകാർ പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിക്കുക. അവർ പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിക്കാൻ പറ്റിയല്ല. ചോദ്യം, അവർ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാത്തൊരു കാര്യത്തിന് വേണ്ടിയായി മരിക്കാൻ പോലും തയ്യാറാകുന്ന, കാണാത്തൊരു കാര്യത്തിന് വേണ്ടിയായി മരിക്കാൻ പോലും തയ്യാറാകുന്ന, എങ്കിൽ നിങ്ങളുടെ വിശ്വാസം അല്പം കൂടെ വർദ്ധിക്കട്ടെ. അതാണ് ഉണർവ്, അതാണ് ഉണർവ്. സ്തോത്രം. യേശു ജീവിക്കുന്നു. 2024 ജൂലൈ 13 യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ക്ലെയോപ്പാവിന് വിശ്വാസം ഇല്ല. ഇനി നിങ്ങൾ പറ, ഈ തർക്കം എങ്ങനെയാണ് ഉണ്ടായത്? ഒന്ന് ഊഹിച്ചു നോക്കി, ഇമാജിൻ ചെയ്തേ. പുള്ളിക്കാരത്തി പറഞ്ഞു ഉയർത്തുന്നു, പുള്ളി പറയുന്നു ഉയർത്തില്ലെന്ന്. അല്ലേ പിന്നെ ഇതിനെ തർക്കം വരുന്നേ? അപ്പം ഇവിടെ 2 വിശ്വാസികളുണ്ട്. ഒരാൾക്ക് വിശ്വാസമുണ്ട്, മറ്റേ ആൾക്ക് വിശ്വാസമില്ല. സഹോദരന്മാരെന്നോട് പിണങ്ങരുത്. ആ വീട്ടിലെ സഹോദരിക്ക് വിശ്വാസമുണ്ട്, സഹോദരന് വിശ്വാസം കുറവാണ്. പുള്ളിക്കാരത്തി നിർബന്ധിച്ചിട്ടാ പുള്ളി ഈ വരുന്നതൊക്കെ. അങ്ങനെ വരുന്ന പലരെയും എനിക്കറിയാം. ഇവിടെ ഇല്ല, ഞങ്ങളുടെ എവിടെയുണ്ട്. ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെ ആരെ എനിക്കറിയില്ല, പക്ഷെ അവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെയുണ്ട്. സ്തോത്രം. ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഇന്ന് തന്നെ വൈകി. എൻ്റെ പൊന്ന് പാസ്റ്ററെ ഒന്ന് വരണ്ടേ? പ്രൈസ് ദി ലോർഡ്. അച്ഛാ ഞാൻ വണ്ടി ഓടിക്കുന്നേ, ഞാൻ 9 മണിക്ക് ഇറങ്ങിയിരിക്കുക. സ്തോത്രം. പിന്നെ ഞാൻ വിളിച്ചൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് സ്നേഹത്തിലൊക്കെ വഴക്ക് പറഞ്ഞപ്പോൾ ഇപ്പം എന്ത് ചെയ്യുമെന്നറിയോ? രാവിലെ കൊണ്ടുവന്ന് പുള്ളിയെ വിടും, പുള്ളിക്കാരത്തെ വിടും, എന്നുവെച്ച് തിരിച്ചു പോവും. ഒന്നുകൂടി ഒന്ന് കഴിഞ്ഞ് കറങ്ങിയിട്ട് വരും. നല്ല മനുഷ്യനാണ്, കാരണം വന്ന് കൊണ്ടുപോയിക്കോളൂല്ലോ. പിന്നെ വല്ലപ്പോഴും സ്വോത്രം കഴിച്ചൊക്കെ തരും. പോരെ, നമുക്ക് ആരെയും കളയാൻ മേലില്ല, എല്ലാവരും വേണ്ടേ? കർത്താവ് അങ്ങനെ, നിങ്ങൾ പറ, യൂദായി ഇങ്ങനെ ഒരു ചെറിയ ഉഡായിപ്പെന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? ആണെന്ന് യേശുവിന് അറിയാമായിരുന്നോ? അറിയാം. എന്നിട്ട് എന്നെ മുടക്കാഞ്ഞേ? നന്നാവുന്നേ നന്നാവട്ടെന്ന് ഓർത്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വീട്ടിലെ സഹോദരിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, സഹോദരന് ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെയുള്ളവരെ തള്ളിക്കളയരുത്, എങ്ങനെയും ഉന്തി വലിച്ചു കൊണ്ട് നടക്കണം കേട്ടോ. ചില വീട്ടിൽ സഹോദരന്മാർക്കാണ് ഉത്സാഹവും, സഹോദരിമാർ പുറകിലാണ്. ഇതിനാ നിങ്ങളെ 2 പേരെയും കൂടെ ഒന്നാക്കിയത്. ഞാൻ ഈ തക്ക തുണ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കുമെന്ന ഓർത്ത്. ഇപ്പോഴാണ് മനസ്സിലായിട്ട് നേരെ വിപരീതമാണ്. ആലോചിച്ച് നോക്കി, ഞാൻ കഴിഞ്ഞിടെ കല്യാണം നടത്തിയൊരു ടീം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കൈപ്പൊക്കാവോ? എന്തി ചെറുക്കനെന്തി? ആ ഓക്കെ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാലേ ഞാൻ ഓർക്കത്തുള്ളൂ, ബഹമൊന്നും കണ്ട അറിയത്തില്ല. കാരണം ഈ കല്യാണത്തിന് ഒരുങ്ങുന്ന ആ ഒരുക്കം വേറെയല്ലേ.
ആളെ അല്ലല്ലോ പിന്നെ നമ്മൾ കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തോസ് തിരുമേനി പറഞ്ഞ ഒരു തമാശ കേട്ടിട്ടുണ്ടോ? ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാ. ടിബിനൊക്കെ ഇന്നലെ ഒട്ടും ഉറങ്ങാത്ത ആളാ. തിരുമേനി ചെറുക്കനോട് ചോദിച്ചു, ഈ ലില്ലിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി ചോദിച്ചു എന്നാടാ കുഴപ്പമുണ്ടാക്കരുത്, 10,000 പേർക്കാണ് ബിരിയാണി പറഞ്ഞിരിക്കുന്നത്. അപ്പം അവൻ തിരുമേനിയുടെ ചെവി പറയാ ഞാൻ കണ്ട പെണ്ണല്ല. തിരുമേനി പറഞ്ഞേടാ അത് കഴുകുമ്പോൾ ശരിയായിക്കോളും, മുഴുവൻ മേക്കപ്പാ. അതുകൊണ്ട് എൻ്റെ മക്കളെ ഒരു മിനിമത്തിലൊക്കെ ഇട്ടാൽ മതി മേക്കപ്പ് കേട്ടോ, ആള് മാറിപ്പോകരുത്. പിന്നെ ചെറുക്കന്മാരൊക്കെ ഇപ്പം അങ്ങനെ വലിയ മേക്കപ്പ് ഇല്ലല്ലോ, താടിയാ. അപ്പോൾ പിന്നെ മേക്കപ്പ് എന്നാ ചെയ്യാനാ? പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ഒന്നാക്കിയത് നിങ്ങൾ ഒരുപോലെ ആയതുകൊണ്ടല്ല, നിങ്ങൾ വ്യത്യസ്തരായതുകൊണ്ടാണ്. ഒരാൾക്കില്ലാത്തത് മറ്റേ ആൾക്കുണ്ട്. അങ്ങനെ രണ്ടുപേരും ചേർന്നപ്പോൾ പൂർണ്ണമായി. ആദാമിന് നഷ്ടപ്പെട്ട ഭാര്യയിൽ തിരിച്ചു കിട്ടി ഹൗവ വന്നപ്പം. താങ്ക് യു ജീസസ്. എനിക്ക് ഫാൻ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് ഫാൻ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, നല്ലതാണ്. ഇങ്ങനെ പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഞാൻ പെട്ടെന്ന് ഇമോഷണലാവും, ഒരു വിഷയം കേട്ടാൽ സങ്കടം ടെൻഷനൊക്കെ വരും. പുള്ളിക്കാരത്തേക്ക് ഒരു വിഷയമില്ല. അപ്പം ഇങ്ങനെയാണ് ദൈവം അത് കൂട്ടിയിണക്കുന്നത്, ഇങ്ങനെയാണ് കൂട്ടിയിണക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായി സ്തോത്രം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായി സ്തോത്രം. ഓക്കെ, മുമ്പോട്ട് പോകാം. നമുക്ക് വളരെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, 24-ാം വാക്യം വായിച്ചോ. വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ. അതാരാന്നറിയോ? പത്രോസും യോഹന്നാനും ചെന്നു. അവനെ കണ്ടില്ല, പക്ഷെ കല്ലറ കാലിയായി കിടക്കുന്ന കണ്ടു. അവൻ അവരോട് ഇതാ യേശു അവരെ ശാസിക്കുന്നു. 1, യേശു കൂടെ നടക്കുന്നു. 2, യേശു വിഷയത്തിൽ ഇടപെടുന്നു. 3, യേശു നമുക്ക് അവനെ വെളിപ്പെടുത്താതിരിക്കുന്നു. 4, യേശു നമ്മെ ശാസിക്കുന്നു. ഇപ്പം എന്താ യേശു അവരെ വിളിച്ചേ? അങ്ങനെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ എന്നോട് പിണങ്ങുകയല്ലേ? അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല, വായിച്ച് കേൾപ്പിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. മന്ദബുദ്ധികളെ എന്ന് വിശ്വാസികളെ വിളിച്ചാൽ മോശമല്ലേ? അങ്ങനെ ഒരിക്കലും വിളിക്കുകയല്ലേ ഞങ്ങൾ. പിന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കും, അത്രയേ ഉള്ളൂ. ആരാണ് മന്ദബുദ്ധികൾ? ഈ വചനം കേട്ടിട്ട് പറയാൻ പറ്റുമോ? വിശ്വസിക്കാത്തവനെന്ന് പറഞ്ഞാൽ 1/2 മാർക്ക് തരാം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം കുറച്ച് വിശ്വസിക്കും, കുറച്ച് വിശ്വസിക്കുകയല്ല. അതാണ് പ്രശ്നം. അതാ പ്രശ്നം. ഏതാ വിശ്വസിക്കാത്തത്? ക്രിസ്തുവിൻ്റെ ഈ കഷ്ടപ്പാടും മരണവും അതവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. മരണം, ഉയർപ്പ്. അതേസമയം അത്ഭുതങ്ങളൊക്കെ എന്തു ചെയ്യും? വിശ്വസിക്കും. ഇന്നും ഇപ്പം അതല്ലേ പ്രശ്നം. രോഗശാന്തി, മിറക്കിൾ, അതാണ് വിശ്വാസം. ഒരു പ്രയാസം വരുമ്പോഴോ ഇതിനപ്പുറത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോകും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരാ മന്ദബുദ്ധി? മുഴുവനും വിശ്വസിക്കാത്തവർ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രോസ്പിരിറ്റിയും മാത്രം വിശ്വസിക്കുന്നവരാണ് ആത്മീയത്തിലെ മന്ദബുദ്ധികൾ.
ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിലും ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. ഇതുവരെ യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരൊരു വേറൊരാളാണ് എന്നോർത്താ ഈ വർത്താനം മുഴുവൻ പറയുന്നത്. നിങ്ങൾക്കൊരു സംശയം വരുന്നില്ല, യേശു എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന്? വെളിപ്പെടുത്തുന്നില്ല. എന്തിനാ വെളിപ്പെടുത്താന്നറിയാവോ? വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഭക്തരായിട്ടൊന്ന് മാറും. ഇവരുടെ റിയൽ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടായി വെളിപ്പെടുത്താതെ വന്ന്. സ്വോത്രം 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 സ്വോത്രം. കർത്താവ് നമ്മെ ഞായറാഴ്ച വന്ന് കണ്ടാൽ നമ്മൾ നല്ലവരാ. തിങ്കളും ചൊവ്വായും ഒക്കെ വന്ന് കണ്ടാലേ അറിയത്തുള്ളൂ നമ്മളെങ്ങനെയുള്ളതാണ്. കർത്താവിന് നമ്മെ തിങ്കളും കാണാൻ പറ്റും, ചൊവ്വായും കാണാൻ പറ്റും, ബുധനും കാണാൻ പറ്റും, ഞായറും കാണാൻ പറ്റും. അതുകൊണ്ട് ഞായർ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ തന്നെ ചൊവ്വാഴ്ചയും ആയിരിക്കാൻ ശ്രമിക്കാം. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഹാഗാർ പറഞ്ഞു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. എപ്പോഴും നമ്മളെ കർത്താവ് കാണുന്നു എന്ന ചിന്തയിൽ നമുക്ക് ജീവിക്കാം. ഈ വചനധ്യാനം അതിവേഗം മുമ്പോട്ട് പോകട്ടെ. കർത്താവ് അവരെ മന്ദബുദ്ധി എന്ന് വിളിച്ചു. ഞാൻ ഇന്ന് നിങ്ങളെ വിളിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസിയാണെങ്കിൽ മുഴുവൻ വിശ്വസിക്കണം, മുഴുവൻ വിശ്വസിക്കണം. എന്നിട്ട് അടുത്ത വാചകം നോക്കി, ക്രിസ്തു അപ്പൊ അവിടുത്തെ ആ പ്രശ്നം എന്നാന്ന് മനസ്സിലായില്ലേ? കഷ്ടം അനുഭവിച്ചിട്ടേ മഹത്വത്തിൽ കടക്കാൻ പറ്റൂ എന്ന കാര്യമാണ് ഇവർക്ക് വിശ്വസിക്കാൻ പ്രയാസം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടും പറയുന്നു, മഹത്വത്തിലേക്കുള്ള വഴിയിൽ എന്തുണ്ട്? ഉറക്കപ്പറ. മഹത്വത്തിലേക്കുള്ള വഴിയിൽ കഷ്ടതയുണ്ട്. മഹത്വത്തിലേക്കുള്ള വഴിയിൽ കഷ്ടതയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിനേതെങ്കിലും വാക്യം ഓർമ്മയുണ്ടോ? കാണിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. വാക്യം മനസ്സിലായോ? ഇനി റോമർ 8:17 കൂടി എടുത്തു. ഈ വാക്യം ഞാനൊന്ന് വിവരിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായ ക്രിസ്തുവിന് മാത്രമേ ഒരു കൂട്ടം ആളുകളെ തേജസ്സിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ തേജസ്സിലേക്കുള്ള വഴിയിൽ കഷ്ടതയുണ്ട്. റോമർ 8:17. പിന്നെ അടുത്ത വാക്യം. നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ പറ, കഷ്ടം അനുഭവിക്കണം. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. നാം തേജസ്സിലേക്ക് പോകണമെങ്കിൽ കഷ്ടതയിലൂടെ പറ്റത്തുള്ളൂ. ശരിക്കും ഒന്ന് മനസ്സിലായോ? എങ്കിൽ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാദം പിടിച്ച് ഞാൻ പറയുന്നു, തളർന്നു പോകരുത്. കുടുംബത്ത് പ്രശ്നം വന്നാൽ തളർന്നു പോകരുത്. സഭയിൽ പ്രശ്നം വന്നാൽ തളർന്നു പോകരുത്. ജോലി നഷ്ടപ്പെട്ടാൽ തളർന്നു പോകരുത്. സാമ്പത്തിക ക്ലേശം വന്നാൽ തളർന്നു പോകരുത്. ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ തളർന്നു പോകരുത്. മക്കൾക്ക് രോഗം വന്നാൽ തളർന്നു പോകരുത്. ഞാൻ ഈ വഴിയിലൂടെയൊക്കെ പോയവനാ.
തളർന്നു പോകരുതേ. വിളിച്ചവൻ വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വലഞ്ഞു ഞാൻ അലയാനിട, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട, വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ആമേൻ. താങ്ക് യു. ഒരു മിനിറ്റ് കണ്ണടച്ച്. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എത്ര പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട്? ചെറിയ ചെറിയ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാലും നാളുകളായിട്ട് ചില വിഷയങ്ങളാൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എന്താ എനിക്കിങ്ങനെ വരുന്നത്? ഞാൻ കർത്താവിനെ സേവിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെ വരുന്നത്? ആരും ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കരുത്. അങ്ങനെ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാനൊരു പ്രേരണയുണ്ട്. അങ്ങനെയുള്ളവരെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ സഭയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ കൈ അവരുടെ മേൽ വരുന്നുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉയരത്തിലെ ശക്തി അവരുടെ മേൽ വന്നിട്ട് അവരുടെ കെട്ടുകൾ അഴിഞ്ഞിട്ട് അവരിപ്പോൾ ഇവിടെ വെച്ച് തന്നെ സ്വതന്ത്രരാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീയിലിട്ടപ്പോൾ അവരുടെ കയ്യിലെ ചങ്ങലകൾ മാത്രം, കയറുകൾ മാത്രം കരിഞ്ഞുപോയതുപോലെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പരിശോധനയിലൂടെ ചില കയറുകൾ കരിഞ്ഞുപോയി നിങ്ങൾ സ്വതന്ത്രരായി പുറത്തു വരാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ദൈവാത്മാവേ, ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ഇപ്പോൾ ആ ബന്ധനങ്ങൾ അഴിക്കണമേ. ഇപ്പോൾ അവരെ സ്വതന്ത്രമാക്കണമേ. അവരുടെ മനസ്സിനകത്തൊരു ഫ്രീഡം. നിങ്ങൾ വിശ്വസിക്കൂ, ഇന്നത്തെ തിന്മ നാളത്തെ നന്മയായിരിക്കും. ഇന്നത്തെ തടങ്കൽ പാറ നാളത്തെ ചവിട്ടുപടിയായിരിക്കും. ഈ പറയുന്നത് പ്രവചനമാണ്. ഇന്നത്തെ തടങ്കൽ പാറ നാളത്തെ ചവിട്ടുപടിയായിരിക്കും. ആമേൻ. കർത്താവ് അവർക്കൊരു പുതിയ റെവലേഷൻ, ഒരു പുതിയ വെളിപ്പാട് കൊടുക്കുന്നു. കഷ്ടതയിലൂടെയാണ് മഹത്വത്തിലേക്കുള്ള വഴി. ഏറ്റവും ഒടുവിൽ 27-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ, ബൈബിൾ പഠിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. യേശു ക്രിസ്തു ഈ
11 കിലോമീറ്റർ അവരോടൊപ്പം നടന്നുകൊണ്ട് ബൈബിൾ ക്ലാസ് എടുത്തു. അപ്പോൾ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഇനി എടുത്തത് ന്യൂ ടെസ്റ്റ്മെൻ്റ് അല്ല. ചിലർ പറയുന്നു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വേണ്ടെന്ന്. അത് അറിവില്ലായ്മയാണ്. സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം, രണ്ടും വേണം. യേശു ക്ലാസ് എടുത്തത് ഏതിന്നാന്ന് ഇപ്പോൾ അവിടെ വായിച്ചു. ഏതിന്നാ? ഒന്ന് വായിച്ചേ. ആ മോശയുടെ പുസ്തകം ഏതാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. മോശ തുടങ്ങി. അതൊടുവിലത്തെ പുസ്തക. യെശയ്യാ, യിരെമ്യാവ്, വിലാപങ്ങൾ, എസ്കേൽ, ദാനിയേൽ, ഹോശയ്യ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നാഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സക്കര്യാവ്, മലാഖി. അപ്പോൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഈ 3 മണിക്കൂർ കൊണ്ട് യേശു എന്ത് ചെയ്തു? ഒരു ബൈബിൾ സർവേ, ഒരു ഷോർട്ട് ബൈബിൾ സ്റ്റഡി. കർത്താവിന് മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. എന്നോട് എടുക്കാൻ പറഞ്ഞ 1 മാസം വേണം അത് എടുക്കണമെങ്കിൽ. കർത്താവിനെ പോലെ നല്ല ടീച്ചർ ആരാ ഉള്ളേ? പ്രൈസ് ലോർഡ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ എടുത്തു. അതിൽ നിന്ന് എന്ത് പറഞ്ഞു? കണ്ടന്റ് എന്തായിരുന്നു നോക്കിയേ. തന്നെ കുറിച്ചുള്ളത്. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു ഉണ്ടോ? ഉണ്ട്. പുറപ്പാട് പുസ്തകത്തിലുണ്ടോ? ഉണ്ട്. അതാ കാണിച്ചു കൊടുത്തേ. ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു കാണിച്ചു കൊടുത്തു കാണും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞത് എന്നെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാട് അത് ഞാനാണ്. സംഖ്യാപുസ്തകത്തിലെ പിച്ചള സർപ്പം ഞാനാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് ദേ വീട്ടിലെത്തി. നല്ല സബ്ജക്റ്റ് സംസാരിക്കാനുണ്ട്, വഴി പോയാൽ അറിയത്തില്ല. ഇവർ വഴിയെത്തിയത് അറിഞ്ഞില്ല. വാക്യം 29, 28. ആമേൻ. അതായത് ഇങ്ങനെ വന്ന് ഇതൊരു ജംഗ്ഷനാണ്. നമ്മുടെ ക്ലയോപ്പാവിൻ്റെ വീട് ഇവിടെയാണ്. ക്ലയോപ്പാവ് അങ്ങോട്ട് തിരിഞ്ഞ് യേശു ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെയല്ലേ വായിച്ചേ? പോയി. പോകുന്ന ഭാവം കാണിച്ചു. പോയതല്ല, പോകുന്ന ഭാവം കാണിച്ചു. എന്തിനാ? ഇവർ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ പറയത്തില്ല. ഞാനൊരു 10-15 കൊല്ലം മുമ്പ് ഇത് വായിച്ചേച്ച് കർത്താവിനോട് ചോദിച്ചു, ഇതെന്നെ പണിയെ? ചില ആളുകളെ ചോറുണ്ണാൻ വിളിച്ചാൽ വേണ്ടെന്ന് പറയും. ഒന്നുകൂടെ വിളിച്ചാൽ അന്നാ സ്തോത്രം. ഒരു വിളി രണ്ടാമത് വിളിക്കുമെന്നോർത്തിരുന്നു, വിളിക്കുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, മോരുണ്ടോ? അവർ പറഞ്ഞില്ലത്. എന്നാ ഇച്ചിരി തന്നേക്കാൻ. ഉണ്ടെന്ന് പറഞ്ഞാൽ തരാമെന്ന് പറയാൻ തോർത്താ ചെന്ന്, അന്നേരം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു തന്നു, അവിടെ ചെന്നിട്ട് വേണ്ടെന്ന് പറയരുത്, പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞു. അവരെ നമ്മളെ ഇരുത്തിക്കൊണ്ടങ്ങ് കഴിക്കും. അത് അവിടുത്തെ സ്റ്റൈലെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ വേണമെന്ന് ചോദിച്ചാൽ അന്നേരം തന്നേക്കാൻ പറയും. പ്രൈസലോ. ഇതേപോലെ യേശു വിളിക്കാൻ വേണ്ടി ഒരു പോക്ക്. എനിക്ക് ഉത്തരമില്ല. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ചോദിച്ചു, കർത്താവ് ഇത് എന്താ? പെട്ടെന്നൊന്നും കർത്താവ് മിണ്ടത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നാ മർമ്മമെന്നറിയാവോ? ചില സമയത്ത് നിന്നെ മൈൻഡ് ചെയ്യാതെ യേശു പോകുന്ന പോലെ നിനക്ക് തോന്നിയിട്ടില്ലേ? നീ നിലവിളിച്ചപ്പോൾ നിന്നിട്ടില്ലേ? അതെന്തിനാ? നിന്റെ പ്രെയർ ലൈഫ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാ, നിന്നെ അവനോട് ഇച്ചിരൂടെ അടുപ്പിക്കാനാ. ഈ മീറ്റിങ്ങിൽ ഇന്ന് രാത്രിയിലും ഉണ്ടല്ലോ, നമുക്ക് അവനെ ഒന്ന് നിർബന്ധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ അടുക്കലേക്ക് വരണം, ഞങ്ങളുടെ കൂടെ താമസിക്കണം, എൻ്റെ കൂടെ നടക്കണം, എൻ്റെ കൂടെ നീ ജോലി സ്ഥലത്ത് വരണം, എൻ്റെ കൂടെ നീ കുടുംബജീവിതത്തിൽ വരണം, എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ നീ വരണം. നമുക്ക് അവനെ ഒന്ന് നിർബന്ധിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ചെന്നു, അപ്പം എടുത്ത് വാഴ്ത്തി. വായിച്ചോ വായിച്ചോ വായിച്ചോ. ആ ആ ആ കൊടുത്തു. അയ്യോ, അതുവരെ കണ്ണു തുറന്നില്ല. ഇതൊരു അത്ഭുതമല്ലേ? യേശുവിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക, നമ്മളെ ചില കാര്യങ്ങൾ കാണാതെയാക്കാൻ ദൈവത്തിന് പറ്റും. അതുകൊണ്ട് ചിലത് കാണാതെ പോയത് വിഷമിക്കണ്ട. കർത്താവ് അനുവദിച്ചത് കാണും, കർത്താവ് അനുവദിക്കാത്തത് നീ കാണത്തില്ല. കണ്ണ് മാത്രം പോരാ, ദൈവത്തിൻ്റെ കരുണയുണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ. താങ്ക് യു ജീസസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കർത്താവെ എൻ്റെ കണ്ണ് തുറക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കണ്ടേ? വചനത്തിലെ യേശുവിനെ കാണാൻ എൻ്റെ കണ്ണും തുറക്കണേ. കർത്താവ് കണ്ണ് തുറന്നപ്പോഴവർക്ക് കാണാൻ പറ്റിയത്. ഞാൻ ഈ 1ാം സെഷനിൽ നിങ്ങളോട് പറയുന്നു, നമുക്കെല്ലാവർക്കും വേണ്ടത് ഒരു ഇൻസൈറ്റ്, നമ്മുടെ അകത്തൊരു കാഴ്ച. കണ്ണൊന്ന് തുറക്കാൻ പ്രാർത്ഥിച്ചേ. കണ്ണടച്ച് ഞാൻ 1-2 ആലോചനകൾ പറയട്ടെ. ഹാഗാർ കുഞ്ഞിനെ കുറുങ്കാട്ടിലിട്ടു. കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരയുന്നു. യഹോവ അവളുടെ കണ്ണു തുറന്നു. അപ്പോൾ അവളൊരു നീരുറവ കണ്ടു. എൻ്റെ ചോദ്യം, നീരുറവ അവിടെ നേരത്തെ ഉണ്ട്, പക്ഷെ ഇവക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ടെൻഷൻ കാരണം. നമുക്ക് ഈ ടെൻഷൻ കയറുമ്പോൾ ദൈവിക വഴികളെ കാണാൻ പറ്റത്തില്ല, ദൈവിക വാഗ്ദത്തങ്ങളെ കാണാൻ പറ്റത്തില്ല, ദൈവിക നടത്തിപ്പുകളെ കാണാൻ പറ്റത്തില്ല, ദൈവിക അനുഗ്രഹങ്ങളെ കാണാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ കർത്താവ് നിന്റെ കണ്ണ് തുറക്കാൻ പോവുക. കർത്താവ് ചിലരുടെ കണ്ണ് തുറക്കാൻ പോവുക. ശൗലിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീണതുപോലെ ഇന്നത്തെ പകൽ മീറ്റിംഗിൽ 13-ാം തീയതി പകൽ മീറ്റിംഗിൽ ചിലരുടെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീഴാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച്, എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ കണ്ണും തുറക്കണേ, എൻ്റെ അകക്കണ്ണും തുറക്കണേ. ഈ ബൈബിൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുഞ്ഞുങ്ങളെ, ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് കാഴ്ച തരും. വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന നീരുറവകളെ കാണാൻ തുടങ്ങും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വഴികളെ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കറക്റ്റ് വിഷൻ ദൈവം നിങ്ങൾക്ക് തരും. ബൈബിളൊക്കെ കസേരയിൽ വെച്ചിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ജനത്തിൻ്റെ മേലിറങ്ങി വരണമേ. ചിലരുടെ കണ്ണുകൾ ഇന്ന് രാവിലെ തുറക്കപ്പെടട്ടെ. കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീഴട്ടെ. ദൈവിക പ്രകാശം അവർ കാണട്ടെ, ദൈവിക വെളിച്ചം അവർ കാണട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽ ഈ ആലയത്തിൽ നടക്കട്ടെ. ദൈവിക വിടുതലുകൾ ഇന്ന് ഈ പകലിൽ നടക്കട്ടെ. കർത്താവിനെ അവർ അടുത്ത് കാണുന്ന പകലായി തീരട്ടെ. കർത്താവ് ചിലരെ തൊടുന്നു, കർത്താവ് ചിലരെ തൊടുന്നു. ചിലരുടെ കണ്ണിന്ന് പകലിൽ തുറക്കുന്നു.
വിശ്വസിച്ചേറ്റെടുത്തോ, വിശ്വസിച്ചേറ്റെടുത്തോ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിന്താഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിന്താഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പുതുവഴികൾ തുറന്നു വരട്ടെ. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ 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 എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂണ്ടോടണച്ചു എന്നെ സ്നേഹിച്ചു, കൈപിടിച്ചു നിത്യം നടത്തിയിടുന്നു. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. മാറോടണച്ചു എന്നെ സ്നേഹിച്ചു, കൈപിടിച്ചു നിത്യം നടത്തിയിടുന്നു. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? എത്ര